അങ്ങനെ കിച്ചു സുധി കോട്ടയത്തെ തന്റെ സ്വന്തം വീട്ടിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഋതപ്പനെ കാണാൻ വേണ്ടിയുള്ള പോക്കാണ്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഈ അടുത്ത് രേണു സുധിയുമായി പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് കിച്ചു കോട്ടയത്തെ വീട്ടിലേക്ക് പോകുന്നത്. രേണുമായിട്ട് എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. കുട്ടിക്കാലത്ത് വലിയ ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്നു. രേണു കാരണമാണ് താൻ ഡ്രഗ് അഡിക്റ്റ് ആയതെന്നുമെല്ലാം ഒരു മാസം മുമ്പേ കിച്ചു വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പണം ഉണ്ടായിട്ട് കാര്യമില്ല, അന്തസ് വേണം. ഋതപ്പനെ പുറത്തേക്ക് കറങ്ങാൻ കൊണ്ടുപോകാനായിരുന്നു കിച്ചുവിന്റെ പ്ലാൻ. പക്ഷെ രേണുവിന്റെ അച്ഛൻ തങ്കച്ചൻ അതിന് സമ്മതിച്ചില്ല. നീ ഇങ്ങനെ നിരാശപ്പെടാതെ. നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. കാണാൻ വന്നതല്ലേ, കണ്ടില്ലേ, അത്രയൊക്കെ മതി, ഇനി പൊക്കോ എന്നൊരു ലൈനിലായിരുന്നു തങ്കച്ചൻ നിന്നിരുന്നത്. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നി. ഹലോ, ആഹാ, ആരാപ്പത്? നമ്മുടെ തങ്കൻ ചേട്ടനല്ല മുഖവും മറിച്ച് നിൽക്കുന്നത്. അമ്പട കള്ള തങ്കൻ കുട്ട. കുറെ നാളായി നിന്നെ സഹിക്കുന്നു. വേണ്ട വേണ്ടെന്ന് വെക്കുന്തോറും. എവിടെ പോന്നു? എവിടെ പോന്നു? എവിടെ പോന്നു? അമ്മേനെ കൊണ്ടുപോയി. എവിടെ? എവിടെ? എന്നാവോ? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അമ്മേനെ കൊണ്ടുവരാൻ പോവാണ് പോലും, അതും എറണാകുളത്തേക്ക്. അതിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ? രേണു സുധിനെ കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഒക്കെ ഇവിടെ 100 കണക്കിന് ആരാധകർ ക്യൂ നിൽക്കാണ്. ബ്രൂട്ടസ് ഒക്കെ നിന്റെ മുമ്പിൽ എന്തൊരു ഡീസന്റ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കിച്ചുവിനെ കണ്ടാൽ നല്ല എക്സൈറ്റഡ് ആയി തുള്ളിച്ചാടി നടന്നൊരു ചെക്കനായി. ഇതിപ്പോ അത് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു. ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. ലുലുമാളി പാട്ടുണ്ടോ? നമ്മക്കടെ ഗെയിം കളിക്കാം. സൂപ്പർ. ഒരു എനർജി ഇല്ലല്ലേ? എനർജിയോടെ സൂപ്പർ. സന്തോഷായി, നല്ല സന്തോഷായി. നീ വാ. എന്തായാലും അതെല്ലാം കഴിഞ്ഞ് കറക്കമുക്കി കഴിഞ്ഞ് ഋതപ്പനെ വീട്ടിൽ കൊണ്ടാക്കിയതിനു ശേഷം തങ്കച്ചനും രേണുവിന്റെ ചേച്ചിയും പറഞ്ഞ ചില കാര്യങ്ങളെ കുറിച്ച് കിച്ചു സംസാരിക്കുന്നുണ്ട്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഞാൻ നൈസായിട്ട് പപ്പ വിളിച്ചു ചോദിച്ചപ്പോ പപ്പ ആദ്യം പറഞ്ഞ് നടക്കത്തില്ല, ഇപ്പൊ കണ്ടില്ലേ ആ രീതി പൊക്കോ. ടീം പോയി, കിടപ്പാടവും പോയി, ആ പാടുണ്ടായിരുന്ന മാനവും പോയി. എന്താ അമ്മയുടെ കണ്ട് ചോദിക്കാൻ പറഞ്ഞ, അങ്ങനെ അമ്മേനെ വിളിച്ച് എടുത്ത് ചോദിച്ചപ്പോ അമ്മ കൊണ്ടുപോക്കാൻ പറഞ്ഞ, അങ്ങനെ ഞങ്ങള് കൊണ്ടുപോയതാണ്. അങ്ങനെ ഞാൻ ചെയ്യുന്നതിനുള്ള ഊക്ക് തന്നെ ഞാൻ ഡെയിലി മേടിച്ച് കൂട്ടുന്നുണ്ട്. നീ ഇപ്പൊ കണ്ടവർ ചെയ്യുന്ന ഊക്കും കൂടി ഞാൻ മേടിക്കേണ്ട അവസ്ഥയാണ്. പിന്നെ രമ്യ ചേച്ചി വിളിച്ച് എന്റെ പിള്ളേരെ എവിടെ കൊണ്ടുപോകുന്നതാണെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് പറയാനുള്ള, ഇനി ഒരുത്തരെ മാത്രമായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ പണ്ടോട്ട് കാണുന്നതാണെങ്കിൽ ഒരു 3 നേരം, അപ്പം എനിക്ക് 3 നേരമായിട്ടേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം വേണം. ഭാരതി കൊണ്ടുപോയതാ. 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോ ഇങ്ങനെ വിളിച്ചോണ്ട് ഇപ്പുണ്ടായിരുന്നു. അവരെ മാത്രമായിട്ട് കൊണ്ടുപോകാൻ തോന്നിയില്ല. കാരണം ഞാൻ എന്തെങ്കിലും സാധനം വാങ്ങിയാലും ഇങ്ങോട്ട് വരുമ്പോ 3 പേർക്കും കൂടെ വാങ്ങുന്ന. അപ്പൊ അവനെ മാത്രം കൊണ്ടുപോകാനായിട്ട് എനിക്ക് തോന്നിയില്ല, കൊണ്ടുപോയതാണ്. ഒരു കയ്യബദ്ധം. കൊച്ചിനെ അങ്ങോട്ട് കൊണ്ടുപോകണ്ട എന്നാണ് തങ്കച്ചൻ പറഞ്ഞത് എന്നാണ് കിച്ചു പറയുന്നത്. അങ്ങനെ പറയാനുള്ള എന്ത് അവകാശമാണ് തങ്കച്ചനുള്ളത്? തങ്കച്ചൻ കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞപ്പോ കിച്ചു എന്താക്കി, നേരെ രേണുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു. രേണു ഋതപ്പനെ കൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. അത് പിന്നെ അങ്ങനെയല്ലേ രേണുവിന് പറയാൻ പറ്റും. കൊണ്ടുപോകാൻ പറ്റില്ലെന്നെങ്ങാനും പറഞ്ഞ അതോടെ തീർന്നില്ലേ? ഇനി എനിക്ക് സംസാരിക്കുന്ന താല്പര്യമില്ല.